പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ നമ്മൾ അല്പസമയം ധ്യാനിക്കുകയാണ്. എന്താണ് ഇന്ന് വായിച്ചു കേട്ടത്? ആർക്ക് പറയാം? 2 തീമുകളാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ കേട്ടത്. കൈകൂടി പറയാം. ഒന്ന്, വിശ്വാസികൾ ഒഴിപ്പിക്കുന്ന ഒരു ഭാഗം. പിന്നെ 2, ഓർക്കുന്നുണ്ടോ? 2ാമത് കാര്യം, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചിന്തകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, എനിക്ക് നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഓർക്കുന്നുണ്ടോ? എന്താണ് അത്? പറഞ്ഞു കടലിൽ ശാന്തമാകുന്ന കാര്യം. ഒരു കാര്യം കൂടി ഞാൻ വായിച്ചിരുന്നു, കിട്ടുന്നില്ല. ആർക്ക് പറയാം? പറ. വിശ്വാസം അല്ല, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. പിശാചുബാധനെ ഗദറായുടെ നാട്ടിൽ ചെന്നിട്ട് പിശാചുബാധ സുഖപ്പെടുന്ന കാര്യങ്ങൾ പന്നികളിൽ ആ പന്നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പിടി കിട്ടിയില്ലേ? അതായത് കോമണായിട്ടുള്ള ഭാഷ സംസാരിച്ച വിഷയമൊക്കെ അല്ലേ, നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത് അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് മനസ്സിവിടെ ഇല്ലെന്നാണ് പലരുടെയും. അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങളാണ്, പക്ഷെ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ചിന്താഗതികളിൽ പെട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ ഒരു ചിന്തയാണ്, ശരിയാവണമെന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്തായാലും ഇത് യാദൃശ്യമായിട്ട് സംഭവിച്ചതല്ല. ഇന്നത്തെ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് കാരണം നിങ്ങളിതിനു മുൻപ് ഞാൻ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, പക്ഷെ ഇന്ന് 2ാമത്തെ കാര്യം ആർക്കും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഇന്നത്തെ പ്രസംഗത്തിന് ഒരു ഒരുക്കമായിട്ട് ദൈവം അനുവദിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ളവർ നമ്മൾ കാണുന്നൊരു കാര്യം, കാറ്റിനെ ശാസിക്കുന്ന കർത്താവിനെയാണ്. ശിഷ്യന്മാരും കർത്താവും കൂടി പോവുകയാണ്. എവിടേക്ക് പോകുന്നത്? ഗദറായുടെ നാട്ടിലേക്ക് പിശാചിനെ ഒഴിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? കാറ്റും കോളും. ഈശോ ഉറങ്ങുകയാണ്. പരമാവധി ശിഷ്യന്മാരെ നോക്കി, പക്ഷെ അവർക്ക് താങ്ങാൻ അല്ലെങ്കിൽ അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ തിരകൾ ഉയർന്നപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞ് ഈശോ ഉറങ്ങുകയാണ്. അവർ ഉണർത്തി, ഈശോനെ വിളിച്ചു ഉണർത്തി എന്ന് പറയുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? കർത്താവേ, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു. കർത്താവ് ഉണർന്നു, കർത്താവ് കാറ്റിനെ ശാസിച്ചു. ആ ശാസന ഏറ്റു അല്ലെ, ഉടനെ തന്നെ കാറ്റിനെ ശമിച്ചു. അവർ ആശ്ചര്യപ്പെട്ടു. നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ദൈവം ഇടപെടണമെങ്കിൽ നമ്മിലെ ഈശോയെ നമ്മൾ ഉണർത്തണം. ഇതാണ് ദൈവം. നമ്മളിലെ ഈശോ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രതിസന്ധികളിലും അവൻ ഇടപെടില്ല. നമ്മിലെ ഈശോ അല്ലെങ്കിൽ നമ്മിലെ ദൈവം ഉണർന്നിരിക്കുകയാണോ, അതോ അവിടെ നിന്ന് നമ്മിൽ ഉറങ്ങിക്കിടക്കുകയാണോ? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ജീവിത പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് ഈശോ വേണം. നമ്മൾ ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥനയും ഭക്താഭ്യാസങ്ങളും പലതും നമ്മൾ കാണിക്കണം ആ സമയത്ത്. അത് ആത്മാർത്ഥമായ താല്പര്യം കൊണ്ടൊന്നുമല്ല. കാരണം എന്താ? എൻ്റെ ജീവിത പ്രതിസന്ധികളിൽ എനിക്ക് മോചനം നേടണം, അതാണ്. അല്ലാത്ത സമയങ്ങളിലൊക്കെയോ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ ലോകത്ത് ജീവിക്കുകയാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ദൈവത്തിന് നമ്മിൽ പ്രസാദം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവന്റെ ആവശ്യങ്ങളിൽ അവൻ അല്ലെങ്കിൽ അവളെ ഇടപെടുന്നു, കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നോക്കിയാണ് അവന്റെ കാര്യം പറയണം. അല്ലാത്ത സമയങ്ങളിൽ അവൾ അല്ലെങ്കിൽ അവൻ കാട്ടിക്കൂട്ടുന്ന കാര്യം എന്തൊക്കെയാണ് ദൈവം കാണുന്നത്. കാരണം നമുക്ക് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മളിൽ ഉണർന്നിരിക്കുകയാണ് എന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തെ നമുക്ക് എങ്ങനെ ഉണർത്താനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണത്? നമ്മൾ ദൈവത്തോട് എന്തുമാത്രം താല്പര്യം കാണിക്കുന്നു അതനുസരിച്ചാണ് ദൈവം നമ്മിൽ ഉണരുന്നത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.
ദൈവത്തോട് നമ്മൾ എന്തുമാത്രം താല്പര്യം കാണിക്കുന്നുവോ അതനുസരിച്ചാണ് ദൈവാത്മാവ് നമ്മളിൽ ഉണരുന്നത്. മനസ്സിലാക്കുക. അങ്ങനെ ദൈവത്തോട് താല്പര്യം കാണിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ദൈവഭക്തൻ അല്ലെങ്കിൽ ദൈവഭക്ത. ആ ദൈവഭക്തന്റെ കാര്യത്തിൽ, ദൈവഭക്തിയുടെ കാര്യത്തിൽ ദൈവവചനപ്രകാരം പറയുന്നു, ദൈവഭക്തരുടെ കാര്യങ്ങളിൽ അവിടുന്ന് എപ്പോഴും ഉണർവോടെയിരിക്കുന്നു. ഉണ്ടോ? വചനം പറയുന്നുണ്ടോ? ദൈവഭക്തരുടെ കാര്യങ്ങളിൽ അവിടുന്ന് എപ്പോഴും ഉണർവോടെയിരിക്കുന്നു. ആണോ? അതാണ് ഞാൻ രാവിലെ കുർബാനയ്ക്ക് തന്നെ ഭയപ്പെടുകയും തന്നെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കിയിരിക്കുകയാണ്, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് അവിടെ നോക്കിയിരിക്കുകയാണ്. അവന് അല്ലെങ്കിൽ അവൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? എങ്ങനെയാണ് അവർ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? കേവലം കുർബാനയ്ക്ക് മാത്രം വരുന്ന ആ ഒരു സ്വഭാവം മറ്റു സമയങ്ങളിൽ ഒന്നുമില്ല. വൈകുന്നേരത്തെ വീട്ടിലൊരു കൊന്ത കഷ്ടിച്ച് അത് ചെല്ലി തീർക്കുക, മറ്റുള്ള സമയങ്ങളിലൊക്കെ ടി വിയും കണ്ട് മൊബൈലും കണ്ട് ഇങ്ങനെ ലോകം നടക്കുക. അതെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഹൃദയം എവിടെയാണ്? നമ്മുടെ ഹൃദയം എവിടെയാണ്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. മിനിമം പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നടക്കില്ലെന്നുള്ളതാണ് ദൈവത്തിൽ പറയുന്നത്. ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന താല്പര്യം അതനുസരിച്ചാണ് ദൈവം നമ്മളോട് കാണിക്കുന്ന താല്പര്യം. ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന താല്പര്യം അതനുസരിച്ചാണ് ദൈവം നമ്മളോട് കാണിക്കുന്ന താല്പര്യം. കാരണം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളല്ല, അല്ലേ? നമ്മളൊക്കെ മുതിർന്ന ആളുകളാണ്. അപ്പൊ ഈ മുതിർന്ന ആളുകള് ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കി അതിന്റെ സീരിയസ്നെസ് ഉൾക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് ഇനി മുതിരാനായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോൾ ദൈവം നമ്മളോട്, ഞാൻ വെറുതെ പറയുന്നതല്ല, സക്രിയ പ്രവാചകന്റെ പുസ്തകം 1-3 പ്രകാരം പറയുന്നു, കഥാവായ ദൈവം ചെയ്യുന്നു, എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരും, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരും, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-8 പറയുന്നു, ദൈവത്തോട് അടുത്ത് വരുവിൻ, അവിടുന്ന് നിങ്ങളോട് അടുത്ത്. ദൈവത്തോട് അടുത്ത് വരുവിൻ, അവിടെ നിങ്ങളോട് അടുത്ത് വരും. യോഹന്നാന്റെ സുവിശേഷം 15-4 പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ എന്നിൽ വസിക്കും, അപ്പോൾ ഞാൻ നിങ്ങളിലും വസിക്കും. 2 ദിനവൃത്താന്തം 15:1-2 ശ്രദ്ധിക്കണം. 2 ദിനവൃത്താന്തം 15:1-2 ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചേ. ഒദേദിന്റെ പുത്രനായ അസര്യായുടെ മേൽ ദൈവത്തിന്റെ അരൂപി ആവസിച്ചു. അവൻ ആസായുടെ പക്കൽ ചെന്ന്, രാജാവാണ്, ചെന്ന് പറഞ്ഞു, ആസായെ, യൂദാ മുഴുവനുമേ, ബെഞ്ചമിനെ, എന്നെ ശ്രമിച്ചാൽ അവിടത്തോടു കൂടെ നിങ്ങളുള്ളപ്പോൾ അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായി. അവിടത്തോടു കൂടെ നിങ്ങളുള്ളപ്പോൾ അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായി. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് കാണപ്പെടും. എന്നാൽ നിങ്ങൾ അവിടുത്തെ ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിങ്ങളെയും. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതാണ് ദൈവം. എന്തുമാത്രം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ദൈവത്തോട് താല്പര്യമുണ്ട്. ഇവിടെയാണ് നമ്മൾ ആത്മശോധന ചെയ്യുന്നത്. ദൈവമേ, അങ്ങേക്ക് പ്രസാദകരമായ കാര്യങ്ങൾ എന്താണ്? അത് സൂക്ഷ്മമായിട്ട് അന്വേഷിച്ചറിയണം, അതനുസരിക്കണം, അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പരാജയപ്പെടാം, അത് ഇങ്ങനൊരു വിഷയമല്ല. നമ്മൾ അവിടത്തോട് കാണിക്കുന്ന വിശ്വസ്തതയാണ് ദൈവം വലുതാണ്. നമ്മളെപ്പോഴും വിജയിക്കണം എന്നില്ല, നമുക്ക് പരാജയപ്പെടാം. പക്ഷെ അവിടത്തേക്ക് അത് പ്രശ്നമല്ല. മനുഷ്യന് നോക്കുന്ന രീതിയിലല്ല ദൈവം നോക്കുന്നത്. നമ്മൾ അവിടത്തോട് കാണിക്കുന്ന വിശ്വസ്തതയാണ്. അപ്പൊ എന്താണ് നമുക്ക് കാണിക്കേണ്ടത്? ദൈവത്തോട് അടുക്കാനായിട്ട് താല്പര്യം കാണിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. യെശയ്യാ പ്രവാചകൻ നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായാൽ ഞാനത് കമ്പിളി പോലെ വെളുപ്പിക്കും.
നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെയും മടങ്ങി നിങ്ങൾ മടങ്ങി പോകും. മറ്റു വചനങ്ങൾ നിങ്ങൾ അനുരഞ്ജനപ്പെടും, നിങ്ങൾ അനുരഞ്ജനപ്പെടും, മനസ്സാന്തരപ്പെടും. മാനസാന്തരപ്പെടും. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടത് ദൈവത്തോട് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് വേണ്ട കാര്യം എന്താണ്? അനുരഞ്ജനമാണ്. ഞാനും എൻ്റെ ദൈവവും തമ്മിൽ അകലത്തിലാണോ? അത് ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കാനായിട്ട് വ്യക്തിക്ക് സാധിക്കും, മറ്റു വ്യക്തിക്ക് പറ്റില്ല. അവനറിയാം ഞാൻ ദൈവവുമായിട്ട്. അതോ എൻ്റെ ചില മേഖലകളിൽ ദൈവത്തിന് എന്തില്ല? പ്രവേശനമില്ല. അങ്ങനെ മുന്നോട്ട് പോയാൽ ഞാൻ വിളിക്കുമ്പോൾ ദൈവം കേൾക്കില്ല, ഉറപ്പ്. അപ്പൊ അതാണ് ഒരു കാര്യം, അനുരഞ്ജനം. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി അവിടുത്തെ നമുക്ക് സാധിക്കും കേട്ടോ. വളരെ മനോഹരമായ സാധനമാണത്. ഉപവാസവും പ്രാർത്ഥനയും അനുതാപം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അനുതാപം, അനുരഞ്ജനം. ദൈവമേ തെറ്റി തിരുത്തരം. 2 പ്രാർത്ഥന. അങ്ങനെ അനുരഞ്ജനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ദൈവവുമായിട്ട് ഐക്യത്തിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പോകും. എന്തുകൊണ്ടാണ് പലർക്കും ദൈവം എന്ന് കേൾക്കുമ്പോൾ ഉറക്കം വന്നത്? എന്തുകൊണ്ടാണ് പലർക്കും ബൈബിൾ വായിക്കുമ്പോൾ അവർക്ക് മടുപ്പ് വരുന്നത്? അവരുടെ ഉള്ളിൽ കിടന്ന് മറ്റവർ കിടന്ന് കളിക്കുകയാണ്. പരമാവധി ഈ വചനത്തിൽ നിന്ന് അവനെ മാറ്റി അവനെ ഈ പറയുന്ന വ്യക്തമായ കാര്യങ്ങളിലേക്ക് തിരിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിൽ പെട്ടുപോകുന്നു. അതാണ്. അപ്പൊ ഉപവാസ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കൊന്ത പോലും കഷ്ടി ചെല്ലാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. കാരണം അത്രമാത്രമാണ് സോഷ്യൽ മീഡിയയുടെ പ്രളയം. നമ്മൾ കുത്തിയിരിക്കുകയാണ്. അവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ നടക്കുന്നത് കണ്ടോ? എല്ലാം നടന്ന് കണ്ട് അവസാനം വന്നപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇപ്പൊ കൊന്തയല്ലാൻ സമയത്ത് പ്രാർത്ഥിക്കാൻ സമയത്ത് തീർന്നു പോയി കിടന്നുറങ്ങാം. ഇതാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ പണി മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ചിന്തി നാളെ ചെല്ലാം, നാളത്തെ. ഇങ്ങനെയാണ് പിശാച് നമ്മൾ പിടികൂടുന്നത്. ഇങ്ങനെയാണ് ലോകത്തിന്റെ രൂപി നമ്മൾ കീഴടക്കുന്നത്. പ്രകാരം ലോകത്തിന്റെ രൂപികൾ കീഴടക്കപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ ഉപവാസം, പ്രാർത്ഥന. ഞാൻ പറഞ്ഞത് 1-2 കൊന്തയെല്ലാം നമുക്ക് എല്ലാ ദിവസവും എന്ത് പറ്റില്ലേ? കുറച്ച് നേരം വചനം വായിക്കാൻ നോക്കുക. അതിനൊക്കെ സമയം കണ്ടെത്ത്, ഇൻവെസ്റ്റ് ചെയ്യും. ടൈം, ദൈവത്തിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അനുരഞ്ജനത്തിലൂടെയാണ് ഈ ഒരു താല്പര്യം നമ്മളിലേക്ക് വരും എന്നാണ് ഞാൻ പറയുന്നത്. ഈ താല്പര്യം വന്നാൽ പിന്നെ അത് മൊബൈലും ടിവിയും സിനിമയും മറ്റ് ലൗകിക കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒഴുകി നടന്ന് നശിപ്പിച്ച് കളയാതെ ദൈവം വിളിക്കുമ്പോൾ അവിടുത്തെ കേട്ട് അതായത് താല്പര്യം ഉണർത്തുമ്പോൾ അത് മനസ്സിലാക്കി ദൈവത്തിന്റെ മുന്നിൽ സമയം ചെലവഴിക്കി. 3ാമത്തെ കാര്യം എന്താണ്? ഉപവാസം. എന്താണ് ഉപവാസം എന്ന് പറയുന്നത്? അത് ഈ ഭക്ഷണം വർജിക്കൽ മാത്രമല്ല, അതൊരു ത്യാഗത്തിന്റെ തലമാണ്. ഇതുകൊണ്ട് ത്യാഗത്തിന്റെ തലങ്ങളൊക്കെയാണ് ഉപവാസം എന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുരിശിൽ തറയ്ക്കുന്നു. എനിക്ക് വേണ്ട, അത് വേണ്ട. എനിക്കിഷ്ടമുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും പ്രാക്ടീസ് ചെയ്യാം, അല്ലേ? അതെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. അതായത് വളരെ അവര് ഒരു പാർട്ടിക്ക് പോകണമെന്ന് വിചാരിക്കും, ഒരു കല്യാണത്തിന് പോകണം. അവർ ഇഷ്ടംപോലെ ഫുഡ് ഇരിക്കുകയാണ്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വല്ലാത്ത ഒരു അവർക്ക് അങ്ങനെയാണ്. നമുക്ക് മോശം അറിയാം. അപ്പോൾ ആ ഒരു കുഞ്ഞു വിചാരിക്കുകയാണ്, ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ ഒഴിവാക്കും, ഈശോയ്ക്ക് വേണ്ടി ഞാൻ കഴിച്ചത്. എന്തിനു വേണ്ടിയിട്ടാ? അവൻ്റെ ഏതെങ്കിലും യോഗം പറയട്ടെ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ദൈവം സീരിയസ് ആയിട്ട് ദൈവം സീരിയസ് ആയിട്ട് എടുക്കും. ആ വ്യക്തി ആ ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നതിൻ്റെ ഒരു ഫസ്റ്റ് ചൂടാണത്. അങ്ങനെ ആ വ്യക്തി അത് ചെയ്യുമ്പോൾ ക്രമേണ ദൈവം അവന് കൂടുതൽ വെളിച്ചം കൊടുക്കും, ക്രമ കൊടുക്കും. അപ്പോൾ ഒരു പക്ഷേ അവന് ചിലപ്പോൾ വേറെ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ചിലപ്പോൾ അവന് 2 കറി ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ചില തുടക്കങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ദൈവത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ള മനുഷ്യന്റെ മനസ്സിൽ ദൈവം ഉദിപ്പിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഈ മാധ്യമ ലോകത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിട്ടില്ല, ഒന്നും കിട്ടില്ല. ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഐക്യത്തിന്റെ ആ ഒരു പച്ചപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ പെട്ടെന്ന് വരുമ്പോൾ നമ്മുടെ തകർന്ന് തരിപ്പണായി പോകും.
നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉണർത്തണം. അതുകൊണ്ട് വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തെ പിന്തിരിപ്പിക്കണം. അപ്പോഴാണ് യഥാർത്ഥമായ കാര്യങ്ങളെ പറ്റിയുള്ള ബോധം നമുക്കുണ്ടാവുകയും യഥാർത്ഥമായ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ സമയം, നമ്മുടെ ഊർജം ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ദൈവിക വെളിപാടുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടാകും. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ വായിച്ചില്ലേ, നിന്നോട് ചണ്ട കൂടുന്നവൻ നിന്നെ കാണില്ല അതിൽ പറയുന്നത്. കാരണം നിന്റെ കൂടെ ഞാനുണ്ട്, നിനക്ക് ഞാൻ, നിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്, നിന്റെ കൂടെ ഞാനുണ്ട്. നിനക്കിതിന് ഒന്നും ഉണ്ടാവില്ല. നീ ദൈവിക മനുഷ്യനാണ്. ദൈവിക മനുഷ്യൻ ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണ്. ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരെയാണ് ദൈവവും സീരിയസ് ആയിട്ട് എടുക്കുന്നത്. പ്രിയമുള്ളവരെ, അവൻ വിളിച്ചാൽ വിളിക്കണ്ട. അവനുള്ളിൽ ഒരു ചിന്ത ഉണ്ടാകുന്നതിന് മുമ്പ്, അവന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവന്റെ ചുറ്റുപാടൊരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം അത് മുൻകൂട്ടി അറിയുന്നു. അവിടെ നിന്ന് ഇടപെട്ടുക തന്നെ ചെയ്യും. കാരണം അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണിയാണ്. നാമത്തിൽ